ഒരാഴ്ചത്തെ പവർ എല്ലാം നഷ്ടപ്പെട്ട് നൂറ ഇരിക്കുന്നുണ്ട്. അത് അക്ബറിന്റെ ഒരു ഗെയിം ആയിരുന്നു. അക്ബർ പറയുന്നുണ്ടായിരുന്നു, അതൊക്കെ നമുക്ക് ആദ്യമേ മനസ്സിലായിരുന്നു. കാരണം നൂറയുടെ സ്വഭാവം കണ്ടപ്പോഴേ മനസ്സിലായത് ചിലപ്പോൾ പവർ പോകുന്നതിന്റെ കാര്യത്തിലേക്ക് നമ്മളോട് ഈ ടാസ്ക് ചെയ്യാൻ പറയുന്നത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഷാനവാസും അഭിലാഷൊക്കെ ഒരു ചെറിയൊരു ഇഷ്യൂ നടക്കുന്നുണ്ട്. വേറെ ഒന്നുമല്ല, ടാസ്കിലും നിങ്ങൾ മര്യാദ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഉണ്ടായത്. പിന്നെ ഒരു കിച്ചൺ വഴക്ക് നടന്നിരുന്നു. നമ്മുടെ പ്രവീണും അനുവും അതുപോലെ തന്നെ രനയും അതുപോലെ തന്നെ നെവിനും തമ്മിലൊക്കെ ഭയങ്കര ഒരു വഴക്ക് നടന്നിട്ടുണ്ട്. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ലക്ഷ്മി പറയാണ് ഒനിയില് മസ്താനിയെ മോശമായിട്ട് വയറിൽ പിടിച്ചു എന്ന് പറയുന്നു. അപ്പൊ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് സംസാരിക്കാം. എന്റെ പേര് ഷഹീർ. എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ബിഗ് ബോസ് ഡയറീസ് എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്താൽ മാത്രമാണ് ഞാനെടുത്ത വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ വീക്കിലി ടാസ്കിന്റെ ഇവർക്ക് ഒരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. ഒരു 1 മെഷീൻ 19 മിനിറ്റ്സ് 2 മെഷീനും ഉള്ള ഒരു ഇത് എടുക്കുന്നുണ്ട്. പക്ഷെ ടോസ് ഇടണം. ടോസിൽ ഏതാണ് കിട്ടുന്നത് അത് എടുക്കാനേ പറ്റുള്ളൂ. അതില് ഒരു മെഷീൻ ഉള്ളത് ഇവരെടുക്കുന്നു. നമ്മുടെ ഒരു മെഷീനുള്ള സംഭവം ടോസിലൂടെ കിട്ടുന്നു. ഒരു മെഷീനും 90 മിനിറ്റും. അങ്ങനെ ഇവർ ആ സാധനം ചെയ്യുകയാണ്. ഫാക്ടറിയിൽ ഒരു വാക്കിൽ എത്തുന്നുണ്ട് വെച്ചാല് ഇവര് പറയാണ് നമ്മൾ ജോലി ചെയ്യാം, നിങ്ങൾ ക്യാഷ് തരണം എന്നൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ വരികയാണ്. ഇവര് ജോലി എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷേ ബിഗ് ബോസിന് ഒരു പണി വന്നോടെ വേറൊന്നുമില്ല, സർക്കസിലെ ആൾക്കാർ സന്ദർശിക്കാനായിട്ട് വരുന്നുണ്ട്, ഫാക്ടറി സന്ദർശിക്കാനായിട്ട്. നമ്മള് മറ്റേ സ്കൂളിൽ നിന്നൊക്കെ ട്രിപ്പൊക്കെ പോകുമ്പോൾ കുട്ടികളൊക്കെ വരുമല്ലോ, മറ്റേ ഓരോരോ ഫാക്ടറിയിലൊക്കെ പോയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ. അല്ലെങ്കിൽ നമ്മുടെ മ്യൂസിയം തന്നെ എടുത്തു നോക്കാം. മ്യൂസിയത്തിൽ ഇങ്ങനെ വിസിറ്റിനൊക്കെ വരുമല്ലോ, നമ്മൾ കാണാൻ എന്തൊക്കെയാണ്. അപ്പൊ അതേപോലെ വരുന്നത് പോലെയായിട്ട് പറഞ്ഞു. പക്ഷെ ഇതിലൊരു സ്ട്രാറ്റജി എന്താണെന്ന് വെച്ചാലും ഇവരിവിടെ കൊണ്ടുവന്നിട്ട് ഇവർ ചെയ്യുന്ന ജോലിയുടെ സമയം കളയുക എന്നൊരു ഉദ്ദേശമായിരുന്നു എനിക്കത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. നെവിനാണെങ്കിലും ഇവരെല്ലാവരും കയറുന്നുണ്ട്, സർക്കസ് ടീംസ് എല്ലാവരും കയറുന്നുണ്ട്. നെവിനാണെങ്കിൽ സാധനങ്ങളെല്ലാം കട്ടെടുക്കുന്നുണ്ട്, സാധനങ്ങൾ ഒളിപ്പിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫാക്ടറി വിസിറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവര് ആരാണ് ലൈനായിട്ട് കൊണ്ടുവന്നിട്ട് ഇവര് ജോലി ചെയ്തോട്ടെ, ഇവര് ജോലി ചെയ്യുന്നത് കാണിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഈ ചുറ്റും കാണിച്ചു കൊടുക്കണം. അതിലും നമ്മുടെ ന്യൂറയും ജിഷിനും കൂടി ചുറ്റി കാണിച്ചു കൊടുക്കാം ഈ സംഭവം. കൂടെ അനീഷൊക്കെ ഉണ്ടല്ലോ, അനീഷ് സർക്കസ് ടീമിന്റെ ഇതായിട്ട് അനീഷ് സാവുമാനുണ്ട്. അപ്പോൾ ഈ മൃഗങ്ങൾക്കൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ മതിയായിരുന്നു. പക്ഷെ ഇത് അവിടെ കയറി നിരങ്ങി മറിഞ്ഞ് സാധനങ്ങൾ കട്ടെടുത്ത് അവരെ കുറെ സമയം അവിടെ നിന്ന് നഷ്ടമായി. അപ്പോൾ അതൊരു ബിഗ് ബോസ് ന്യൂറൊക്കെ കൊടുത്തൊരു പണിയായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഷാനവാസ് പറയാണ് ഇവര് മര്യാദക്ക് ജോലി ചെയ്യുന്നില്ല എന്നിട്ട് ഷാനവാസും അക്ബറും തമ്മിൽ ഒരു ഇത് കഴിയുന്നുണ്ട്. അവസാനം സമയം തീരാനായപ്പോഴത്തേക്കും ഇത് അടിച്ചു. 15 മിനിറ്റ് ബാക്കിയുള്ളൂ. പക്ഷെ ഇനിയും അവർക്ക് ഒരു 15 അവർ ചെയ്തു വെച്ചിട്ടുള്ളൂ, 10 ചെയ്തു വെച്ചിട്ടുള്ളൂ. അപ്പോഴത്തേക്കും ഇതടിക്കുന്നു, ഹോൺ അടിക്കുന്നു, തീരുന്നു, ഈ സംഭവം തീരുന്നു. 18 ചെരുപ്പുകൾ ഇവർ ചെയ്തു. ഇത്രയും ചെയ്യാൻ പറ്റുള്ളൂ, 25 ചെയ്യേണ്ടത്. പക്ഷെ ഇവർ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അവർ അതിൽ നിന്ന് തോറ്റു. അങ്ങനെ നൂറ ഇതിൽ നിന്ന് തോറ്റിട്ടുണ്ട്. അതിനുശേഷം അനു ഫ്രിഡ്ജിൽ നിന്ന് ക്യാരറ്റ് എടുത്തു എന്ന് പറഞ്ഞിട്ട് പ്രവീണും അനുവും തമ്മിൽ കുറച്ച് ഇഷ്യൂ ഉണ്ടാവുന്നുണ്ട്. പ്രവീൺ ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കുന്നുണ്ട്. കാരണം ഫ്രണ്ടാണ് എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷെ ന്യായത്തിന്റെ കൂടെ തന്നെ നിൽക്കുന്നത്. കാരണം എടുക്കരുത് എന്ന് പറഞ്ഞാൽ എടുക്കരുത്. ഇപ്പൊ അനുവായിട്ട് നല്ല നമ്മുടെ കമ്പനി ഉള്ള ഒരാളാണ് പ്രവീൺ. അപ്പോ അത്രയ്ക്കും ഫ്രണ്ടാണ് എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഒരു ഇത് കൊടുത്തിട്ടില്ല, ഫേവർസ് കൊടുക്കാണ്ട് ന്യായത്തിന്റെ ഭാഗത്ത് നിന്നു. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിനിടയ്ക്ക് ഷാനവാസും അഭിലാഷും തമ്മിലൊരു വഴക്കുണ്ടാവുന്നുണ്ട്. ഷാനവാസ് അനാവശ്യമായിട്ട് ഒച്ച ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഈ അടുത്തായിട്ട് ശ്രദ്ധിക്കുന്നത്, ഷാനവാസ് അനാവശ്യമായിട്ട് ഒച്ച ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെയാണ് അഭിലാഷ് ഒച്ചുണ്ടാക്കിയത്. ഈ ടാസ്കിന്റെ ബേസിസിലായിട്ട് ഒച്ചുണ്ടാക്കിയതാണ്. പിന്നെ അനീഷും ആര്യനും തമ്മിലാണ് ഇന്ന് എപ്പിസോഡ് മൊത്തം കൊണ്ടുപോയത്. അനീഷ് വേറെ ഒന്നല്ല, ഫ്രിഡ്ജിൽ നിന്ന് ആര്യൻ ഈ എന്തോ സാധനം എടുത്തു. അപ്പോൾ അനീഷ് അത് ചോദ്യം ചെയ്തു, അത് പറ്റത്തില്ല, ക്യാപ്റ്റൻ അത് ചോദ്യം ചെയ്യണം. അപ്പൊ ആര്യൻ നീ പോടാ ഇറക്കാമെന്ന് പറയുന്നുണ്ട്. പിന്നെ പോടാന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ആര്യൻ അനീഷിന് പറയുന്നത് കൊണാപ്പ, നീ പോടാ കൊണാപ്പ എന്ന് പറയുന്നു. അപ്പൊ അനീഷ് പറയുന്നുണ്ട് അത് നീ നിന്റെ വീട്ടിലുള്ള വീട്ടുകാരെ പോയി വിളിച്ചാൽ മതി എന്ന് പറയുന്നു. ഇതില് വീട്ടുകാരെ എന്ന് പോയി വിളിക്കുന്നതാണ് അനീഷ് പറയുന്നത് അല്ലെ. അച്ഛനെ പറയുന്നു, അമ്മയെ പറയുന്നു, ഒന്നുമല്ല പറയുന്നത്, വീട്ടുകാരെ പോയി വിളിക്കൂ എന്നാണ് പറയുന്നത്. അപ്പോ മസ്താനാണെങ്കിൽ വീട്ടുകാരെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് മസ്താനി വെറുതെ ഒരു
ഷോ ഓഫ് അവിടെ ഇറക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അനീഷ വീട്ടുകാരെ പോയി പറഞ്ഞാൽ വീട്ടുകാരിൽ ആര് വേണമെങ്കിലും ആവാം അല്ലേ, വീട്ടിലുള്ള വീട്ടുകാരെ പോയി പറഞ്ഞാൽ മതി എന്നൊക്കെ ഓക്കെ, അതൊക്കെ നമ്മൾ പിന്നെ സഹിക്കും. പക്ഷെ ആര്യനാണെങ്കിൽ അച്ഛനെ കയറി വിളിക്കുന്നുണ്ട് അനീഷിന്റെ. അത് എന്താണ് പിതാവോ അങ്ങനെ എന്തോ ഒരു നിന്റെ പിതാവിൻ്റെ അടുത്ത് പറയണം, അങ്ങനെ അത് എൻ്റെ എന്തോ വാക്കുണ്ട് അതിന് കിട്ടുന്നില്ല, അങ്ങനെ പോയി പറയാൻ പറ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ലാലേട്ടൻ വന്നപ്പോൾ ഇത് ഡിസ്കസ് ചെയ്തതാണ്, എന്താണ് വീട്ടിലുള്ള അച്ഛനമ്മേനെ വിളിക്കുന്നതിന്റെ കാര്യത്തിന്, അതിൻ്റെയൊക്കെ ഒരു ആവശ്യമില്ല, ഇനി അങ്ങനെ നടക്കുകയാണെങ്കിൽ ഒരു പണി തരുമെന്ന് പറഞ്ഞു. അപ്പൊ ആര്യനും ഈ ആഴ്ച അങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട്, പിതാവിനെ വിളിച്ചു അച്ഛനെ പോയി വിളിക്കൂ എന്നുള്ളതിന്റെ അർത്ഥം, എന്തായാലും അതിന്റെ അർത്ഥം അതാണല്ലോ, അച്ഛനെ പോയി വിളിക്കുക. അപ്പോൾ ഇതാണെങ്കിൽ അനീഷിന് ഭയങ്കര ദേഷ്യം. ഇതിന്റെ ഇടയ്ക്ക് ആര്യം പറയുന്നുണ്ട് ഞാൻ കോണാപ്പാതിനെ വിളിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇങ്ങനെ ഞാൻ വിളിച്ചിട്ടില്ല, നീ വെറുതെ കള്ളം പറയില്ലേ അനീഷേ എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് നമ്മുടെ നൂറയും ഇവരൊക്കെ പറഞ്ഞു ഇല്ല ആര്യൻ നീ വിളിച്ചിട്ടുണ്ട്, ഞങ്ങൾ എല്ലാവരും കേട്ടല്ലോ നീ വിളിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ആര്യനാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല, കാരണം കയ്യിൽ നിന്ന് പോയി പുള്ളിക്കാരൻ അനാവശ്യമായിട്ടാണ് ഷീമറിന്റെ ഒരു അച്ഛനെ കയറി വിളിക്കുക. അനീഷ് വീട്ടുകാരാണെന്ന് പറഞ്ഞു നോക്കിയാൽ സമ്മതിച്ചു, പക്ഷെ ഒരാളെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല, വീട്ടിലുള്ള വീട്ടുകാരെ പോയി വിളിക്കുന്നത് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എന്താണ് നമ്മുടെ ആരും വിളിച്ചില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് നൂറ് അതൊന്ന് ഇതാക്കി കൊടുത്തു. പിന്നെ ഗെയിം എല്ലാം കഴിഞ്ഞ് ഇവർക്ക് കോയിൻസ് കൊടുക്കേണ്ട സമയം. അതിൽ ഷാനവാസിനും 4 കോയിൻ, ജിഷിനും ബിന്നിക്കൊക്കെ 2 കോയിൻ വെച്ച് കൊടുക്കുന്നു. പിന്നെ ഇവിടെയാണ് ഒരു ട്വിസ്റ്റ് വരുന്നത്. നൂറയ്ക്ക് 7ന്റെ പണി കിട്ടുന്നത് ഇവിടെയാണ്, വേറൊന്നല്ല. 3 ടാസ്ക് 3 റൗണ്ട് ഉണ്ടായിരുന്നു. 3 റൗണ്ടിൽ 2 റൗണ്ട് ചെയ്താൽ മാത്രമാണ് നമ്മൾ വിജയിക്കുന്നത്, നൂറ വിജയിക്കുന്നത്. പക്ഷേ നൂറ 1 റൗണ്ടേ വിജയിച്ചുള്ളൂ, ബാക്കി 2 റൗണ്ടും പോയി. അങ്ങനെ വെക്കുമ്പോൾ എന്താണ് നമ്മുടെ നൂറയ്ക്ക് കിട്ടിയ പവേഴ്സ്, ഇമ്മ്യൂണിറ്റി പവർ, നോമിനേഷൻ പവർ, ഇതിൽ നിന്ന് 1 പവർ നഷ്ടമായി. പിന്നെ ഒരു മണ്ടത്തിനെ പറ്റിയെന്ന് വെച്ചാൽ നൂറയുടെ കയ്യില് ബ്ലാക്ക് കോയിൻസ് ബാക്കി ഇരിപ്പുണ്ടോ, 2 ബ്ലാക്ക് കോയിൻസ് ഇവനിക്ക് കൊടുത്തു, അഭിലാഷിന് കൊടുത്തു, 1 ബ്ലാക്ക് കോയിന് അക്ബറിനും കൊടുത്തു, ബാക്കി 2 എണ്ണം നൂറൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പവർ ഈ ബ്ലാക്ക് കോയിൻ കയ്യിലുള്ളവര് നോമിനേഷനിലാവും എന്നാണ് പറയുന്നത് അല്ലെ. അപ്പോ അങ്ങനെ നോമിനേഷനിലാവണമെങ്കിൽ ഈ നോമിനേഷൻ പവർ നഷ്ടമാകും. അപ്പൊ ഒന്നാമത്തെ ഇമ്മ്യൂണിറ്റി പവറും പോയി, ഒരാഴ്ചത്തെ നോമിനേഷനും പവറും പോയി. അതെങ്ങനെ പോയത് എന്താണെന്ന് വെച്ചാൽ രണ്ടുപേരും ഒരു നമ്പറാണല്ലോ നിൽക്കുക, അഭിലാഷിന്റെയും നൂറയുടെയും വന്നു. ഇവരാണെങ്കിൽ എന്താ നൂറയ്ക്ക് ഇത് കൊടുക്കുന്നു, എന്താണ് നൂറയുടെ എല്ലാവരും ഡ്രോ വന്നുകൊണ്ട് എല്ലാവരും പറയുന്നത് ഭൂരിപക്ഷം നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ നൂറയ്ക്ക് എല്ലാവരും കൈപോകും. ഞാൻ ഇങ്ങനെ ആലോചിക്കും, ബിന്നി കൈപോക്കി, ബിന്നിക്കല്ലേ ഇവളുടെ ഫാമിലിയുടെ സാധനം കൊടുത്തത്, അപ്പൊ അതിന്റെ ഒരു നന്ദി ബിന്നി കാണിച്ചില്ല. അതെനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. എല്ലാവരും ഒട്ടുമിക്ക ആൾക്കാരും അതിലേക്ക് ഒഴിച്ച് ബാക്കി അനു ഉണ്ടായിരുന്നു, ഒട്ടുമിക്ക നെവിൻ വരെ എന്താണ് കൈപൊക്കി ഇവൾക്ക് കിട്ടേണ്ട പോട്ടെ എന്നുള്ള രീതിയിൽ പറഞ്ഞു. അങ്ങനെ നൂറ അടുത്ത ആഴ്ചത്തെ നോമിനേഷനിലുണ്ട്, ഡയറക്റ്റ് നോമിനേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ 2 പവറും ഈ അടുത്ത ആഴ്ചത്തുള്ള 2 പവറും നൂറൊക്കെ നഷ്ടമായി. ഇനി ഒരാഴ്ചത്തെ പവറും കൂടി ഉണ്ട്. അതെങ്ങനെ ആകുമോ എന്തോ നോക്കാം. പിന്നെ നമ്മുടെ നെവിൻ കുക്കീസ് ഉണ്ടാക്കിയതാണ് വലിയ ഇഷ്യൂ. നെവിനാണെങ്കിൽ നൈസായിട്ട് എന്താണ് കുക്ക് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. നമ്മുടെ റൈസ് അരിയല്ല ചോറ് വെച്ചിട്ട് കുക്കീസ് എന്തോ ഉണ്ടാക്കുന്നുണ്ട്. അതിനകത്ത് ഗോതമ്പ് പൊടി എടുക്കുന്നുണ്ട്. അപ്പം അനു ഈ സമയത്ത് ചോറ് കഴിക്കാനായിട്ട് പോകുമ്പോൾ കറി എടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ പേരിൽ അനുവും പ്രവീണും തമ്മിൽ കുറച്ച് ഇഷ്യൂ ഉണ്ടാവുന്നു. കുക്കീസ് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അക്ബറിനും പിന്നെ ആർക്കാണ് വേറെ ആർക്കും കൊടുത്തു, അക്ബറിന് കൊടുത്തു. അപ്പൊ ഇത് രന എന്താണെന്ന് നോക്കാമ്പോഴത്തേക്കും രന ആണെങ്കിൽ എന്താണെന്ന് നോക്കാമ്പോഴത്തേക്കും ഒന്ന് ടേസ്റ്റ് ചെയ്യുന്നപ്പോ ഇത് ചോറ് വെച്ച് മാത്രമല്ല ഉണ്ടാക്കി, ഗോതമ്പ് പൊടി ഉണ്ടാക്കിയിട്ടില്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് അങ്ങനെ ഒരു വേറെ വിഷയമാണ്, കാരണം ഗോതമ്പ് വെച്ച് ഉണ്ടാക്കാനൊന്നും പറ്റത്തില്ല എന്ന് പറയുന്നു. പക്ഷെ പ്രവീൺ ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ പ്രവീൺ പറയുന്നു എന്താണ് ഞാൻ കണ്ടില്ല, പക്ഷെ പുള്ളിക്കാരൻ കണ്ടു നെവിൻ ഗോതമ്പ് പൊടി എടുക്കുന്നതും എല്ലാം നമ്മുടെ പ്രവീൺ കണ്ടു, പക്ഷെ കണ്ടില്ല എന്നാണ് പറയുന്നത്, അറിയില്ല. പിന്നെ എന്താണ് അനുമോളെ വിഷ കന്യകയാണെന്ന് നെവിൻ പറയാണ് ആ ഒരു വഴക്കിനിടയിൽ. കാരണം ചോറ് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഭക്ഷണത്തിന്റെ പേര് പറഞ്ഞിട്ട് അനുവും പ്രവീൺ എന്നുള്ള വഴക്കുണ്ടാവുന്നുണ്ട്. ഈ സമയത്താണ് നെവിൻ പറയുന്നത് നീ ഒരു വിഷമാണ്, നീ ഒരു വിഷ കന്യകയാണ് എന്ന് നെവിൻ
അനുമോളെ നോക്കി പറയുന്നുണ്ട്. പിന്നെ ഒരു പരസ്യ കമ്പനിയാണ് കാണിക്കുന്നത്. നൂതില ചെരുപ്പ് ഫാക്ടറിയുടെ ഒരു പരസ്യം, ഒരു ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. ആഡ് നല്ല അടിപൊളിയായിട്ട് ജിസയില് അതുപോലെ തന്നെ രനയും അനീഷൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആഡ്. പക്ഷെ ആഡ് എന്നൊക്കെ പറയുമ്പോൾ കൂടിപ്പോയ 1 മിനിറ്റിലൊക്കെ ഒതുക്കണം, 1-2 മിനിറ്റിൽ. ഇത് ഭയങ്കരമായിട്ട് എന്താണ് ഇപ്പൊ ചെരുപ്പ് അത് പിന്നെ പരസ്യമാണ്, അത് വലിയ കാര്യം പറയാനില്ല, നല്ലതായിരുന്നു. പിന്നെയാണ് രാത്രി ഒരു വമ്പനടി നടക്കുന്നത്. ഒനിയില് മസ്താനിയെ മോശമായിട്ട് പിടിച്ചു, മോശമായിട്ട് ബാഡ് ടച്ച് ചെയ്തു എന്ന് ലക്ഷ്മി പറയാണ്. ലക്ഷ്മി ആദ്യം മസ്താനിക്ക് ഇത് പറ്റുന്നു. മസ്താനി എന്ന് വെച്ചാല് നമ്മുടെ ഒനിയില് വീഴാൻ പോയപ്പോഴാണ് ഞാൻ പറയാം സംഭവം കറക്റ്റായിട്ട് ഞാൻ പറയാം. ഒനിയില് വീഴാൻ പോയപ്പോഴത്തേക്കും നമ്മൾ വീഴാൻ പോകുമ്പോൾ നമ്മൾ തൊട്ടടുത്തുള്ള സാധനങ്ങൾ ഇങ്ങനെ ഒന്ന് പിടിക്കുമല്ലോ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പൊ ഇവിടെ നിൽക്കുന്നത് വീഴാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ വീഴുമ്പോഴത്തേക്കും ഒന്നെങ്കിൽ ഞാൻ ഇവിടുത്തെ ഇത് പിടിക്കും, ഈ സാധനം പിടിക്കും, അല്ലെങ്കിൽ ഇത് പിടിക്കും. തൊട്ട് മുന്നിൽ കാണാൻ എന്താണോ അത് നമ്മൾ പിടിക്കും വീഴാതിരിക്കാൻ വേണ്ടി. അതേപോലെ തന്നെ ഒനിയില് ചെയ്തതാണ്. ആ ഒരു എന്താണ് വേഗതയില് ഒനിയില് ഇപ്പൊ ഇത് മസ്താനി ഇങ്ങനെ പിടിക്കുന്നുണ്ട്, അത് വീഴാൻ പോയപ്പോ പിടിക്കുന്നതാണ്. ഇത് മസ്താനിക്ക് ഒരു ബാഡ് ടച്ച് ആയിട്ട് തോന്നി, പക്ഷെ ഒനിയില് വീഴാൻ പോയതാണ് സംഭവം. ഒനിയില് സോറിയും പറഞ്ഞു, അപ്പൊ തന്നെ മസ്താനി സോറി എന്നുകൊണ്ട് പറയുന്നുണ്ട്. അപ്പോ ഈ ഒരു കേസും പറഞ്ഞിട്ട് ഈ കേസ് മസ്താനി ലക്ഷ്മിക്ക് കാണിച്ചു കൊടുത്തത് എങ്ങനെയാണ് ചെയ്തത്, ഇങ്ങനെ ലക്ഷ്മിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് സംഭവം. ലക്ഷ്മി ഇത് ചോദ്യം ചെയ്യുന്നുണ്ട്. ലക്ഷ്മി പറയാണ് അത് ഭയങ്കര മോശമായിപ്പോയി, നിങ്ങൾ ഒരാളെ മോശമായിട്ട് ടച്ച് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു വമ്പൻ ലക്ഷ്മിയും ഒനിയിലും തമ്മിൽ ഭയങ്കരമായിട്ട്. അപ്പൊ ഒനിയിൽ പറഞ്ഞു നീ കണ്ടോ ഞാൻ പിടിക്കുന്നത്, അവള് കാണിച്ചതെന്നല്ല നീ കണ്ടോ എന്ന് പറയും. അങ്ങനെ വഴക്കിനിടയ്ക്ക് ഒനിയില് ലക്ഷ്മിയെ പുല്ലെന്നൊക്കെ വിളിക്കുന്നുണ്ട്. അറിയില്ല, ഇനി ഇതിനെ പറ്റി ഇനി ലാലേട്ടൻ ചോദിക്കും ഉറപ്പാണ്. കാരണം ഇത്രയും ചീത്തകൾ പറയരുത് എന്ന് പറഞ്ഞിട്ട് പോയതാണ്. അപ്പൊ പിന്നെ മസ്താൻ പറയാണ് ബിഗ് ബോസ് എനിക്ക് അങ്ങനെ തോന്നിക്കൊണ്ടാണ് ഞാൻ പറയും ഈ കണ്ടന്റ് ദൈവ കരുതി പുറത്ത് വിടല്ലേ. നമ്മുടെ സീസൺ 4 ലക്ഷ്മി പറഞ്ഞ പോലെ എന്താണ് ബിഗ് ബോസ് അതൊന്ന് കട്ട് ചെയ്തൊക്കെ എന്ന് പറഞ്ഞതുപോലെ എന്താണ് ഈ കണ്ടന്റ് പുറത്ത് വിടരുത് എന്ന് മസ്താനി ക്യാമറ നോക്കി പറയുന്നുണ്ട്. അതുപോലെ ഒനിയില് ക്യാമറ നോക്കി പറയുന്നത് ഇതിന്റെ ക്ലാരിഫിക്കേഷൻ വേണം, കാരണം ഞാൻ എന്താണ് അറിഞ്ഞുകൊണ്ട് തൊട്ടതല്ല, ഞാൻ അറിയാതെ തൊട്ടതാണ്, ഞാൻ സോറി പറഞ്ഞു. പക്ഷെ ഇത് ഭയങ്കര ഇഷ്യൂ, ലക്ഷ്മി ആണെങ്കിൽ ഭയങ്കരമായിട്ട് അത് ഇഷ്യൂ ആക്കുന്നുണ്ട്. അത് മസ്താനിക്കും ഒനിയിലും ഇടയിലുള്ള സംഭവമാണ്. അത് അവര് ആദ്യം പ്രശ്നം മനസ്സിലാക്കാതെയാണ് ലക്ഷ്മി ഇപ്പൊ ഒനിയിലിന്റെ ഭാഗത്തുള്ള കാര്യം ഇതുവരെയായിട്ട് ലക്ഷ്മി ചോദിച്ചിട്ടില്ല. ഇത് എങ്ങനെ തൊട്ടു എന്നുള്ള കാര്യം മാത്രമാണ് നമ്മുടെ ലക്ഷ്മി മസ്താനോട് ചോദിക്കുന്നത് എങ്ങനെ നടന്നു എന്നുള്ളത്. പക്ഷെ ലക്ഷ്മി ഈ വഴക്കിനിടയിൽ ഒനിയിലോട് ഇത് എങ്ങനെ നടന്നു, ഇത് എങ്ങനെ സംഭവിച്ചതാണെന്ന് ഒരു കാര്യം പോലും ചോദിച്ചില്ല. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഇപ്പൊ ഞാൻ പറയട്ടെ, ഞാനും വേറൊരാൾ വഴക്കുണ്ടാക്കുകയാണ്, അപ്പുറത്തെ ആൾക്കാരുടെ ഇത് മാത്രം കേട്ടാൽ പോലും നമ്മൾ പറയുന്നതും കേൾക്കണം, അതുപോലും കേൾക്കാതെയാണ് ലക്ഷ്മി ഓരോന്നും വഴക്കുണ്ടാക്കിയത്. അപ്പൊ എനിക്കത് അങ്ങനെ തോന്നിയെന്ന്. എപ്പിസോഡ് എങ്ങനെയായിരുന്നു, കൊള്ളായിരുന്നു. പക്ഷെ നൂറയുടെ പവേഴ്സ് എല്ലാം പോയി. ഇനി ഒരാഴ്ചത്തെ പവേഴ്സും കൂടി ഉണ്ട്. അത് എങ്ങനെ പോകുമെന്ന് എനിക്കറിയില്ല. ഇനി അത് സൂക്ഷിക്കാനുള്ളത് ഇനി അടുത്ത ആഴ്ച ചിലപ്പോൾ നൂറക്ക് തന്നെ ഒരു പണി കിട്ടിയിട്ടുള്ള സംഭവമായിരിക്കും. കാരണം അത് 7ന്റെ പണിയാണ്. അതുകൊണ്ട് തന്നെ ആ വീട്ടിൽ എന്ത് കിട്ടിയാലും അതിലൊരു താഴ്ച, ഒരു ഉയർച്ച ഉണ്ടെങ്കിൽ താഴ്ച ഉണ്ടാവും എന്ന് പറയുന്ന പോലെയാണ്. ഒരു തടസ്സം വരും, നോക്കിക്കോ. അടുത്ത ആഴ്ച നൂറൊക്കെ ഒരു പണി വരുന്നുണ്ടാവും, എനിക്കറിയില്ല, നമുക്ക് നോക്കാം. നാളെ ചിലപ്പോൾ ജയിൽ നോമിനേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുമായിരിക്കും. അപ്പൊ അത്രേ ഉള്ളൂ. കഴിഞ്ഞു അടുത്ത വീഡിയോ ആയിട്ടൊക്കെ വരുന്നതാണ്. അതുവരെയും ബൈ.